ഐ എം ഗെയിമിൻ്റെ ട്രെയിലറിനല്ലേ കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ ഒട്ടാകെ തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ പിറന്നാളായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പടത്തിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ആകാശമോ ഓഗതാരയുടെ അപ്ഡേറ്റ് വന്നിരുന്നു, അത് കഴിഞ്ഞിട്ട് വേറൊരു സോങ്ങിൻ്റെ അപ്ഡേറ്റ് വന്നിരുന്നു. സ്വാഭാവികമായിട്ടും ദുൽഖറിന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പലരും എത്തി, മമ്മൂട്ടി ഉൾപ്പെടെ ഉച്ചയ്ക്ക് വന്നു. പക്ഷേ നമ്മളെല്ലാവരും കാത്തിരുന്നത് വൈകിട്ട് ഐ എം ഗെയിമിൻ്റെ ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. നഹാസ് ഹിദായത്തിൻ്റെ സംവിധാനം ആഫ്റ്റർ RDX ഐ എം ഗെയിമിലേക്ക് വരുമ്പോഴേക്ക് എന്താണ് അതിൻ്റെ കോർ പ്ലോട്ട്, പല രീതിയിലുള്ള സിനോപ്സിസ് കിടന്ന് കറങ്ങുന്നുണ്ട്. അതാണോ പടത്തിൻ്റെ ട്രെയിലറിൽ വരാൻ പോകുന്നത് ഉൾപ്പെടെ സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കുന്ന ദുൽഖറിനെ കാണാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്ത് അവസാനം ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം കുറച്ച് വൈകുമെന്നായിരുന്നു ഈ സിനിമയുടെ അണിയർ പ്രവർത്തകരുടെ ആദ്യത്തെ അപ്ഡേറ്റ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും വെയിറ്റ് ചെയ്തിട്ട് പിന്നെയും അതുണ്ടായില്ല. എന്തായാലും ആ ട്രെയിലറിന് വേണ്ടിയിട്ട് ഇപ്പോഴും ദുൽഖർ ആരാധകർ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ മോർ ദാൻ ദ ട്രെയിലർ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പായിരുന്നു എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും. കാരണം ഇതിൻ്റെ ട്രെയിലർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ആരാധകരുടെ ഹൈപ്പ്, അവരുടെ ഒരു വെയിറ്റിംഗ്, ഇത് കാണാൻ, ഇത് എക്സ്പീരിയൻസ് ചെയ്യാനെന്ന് പറയുന്നത്. കാരണം ദുൽഖർ മലയാളത്തിൽ സിനിമ ചെയ്യുന്നത് ഇപ്പോൾ വളരെ റെയറാണ്. ദുൽഖർ ഇസ് വെരി ബിസി വിത്ത് തെലുഗു ഫിലിംസ്. അതിലേക്ക് ദുൽഖർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, തമിഴിൽ ദുൽഖർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും കൊത്തയ്ക്കൊക്കെ ശേഷം ഒരു മലയാള പടം ദുൽഖറിൻ്റെക്ക് വരുന്നതെങ്കിൽ ഇറ്റ്സ് ഐ എം ഗെയിം പോലൊരു പടത്തിലും ദുൽഖറിനെ പ്ലേസ് ചെയ്യാനുള്ളൊരു കാരണം. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ നോക്കിയാൽ ലക്കി ഭാസ്കർക്ക് അവിടെ വലിയ ഹിറ്റായി, വെങ്കി അഡ്ലൂരിൻ്റെ അടുത്ത പടം സൂര്യയുമായിട്ടാണ്. അങ്ങനെ ദുൽഖർ വേറെ ഇൻഡസ്ട്രീസിൽ പോയിട്ടൊരു കലക്കുമ്പോൾ മലയാളത്തിൽ വി മിസ്സിങ് ദുൽഖർ എന്ന് പറയുന്നൊരു മൊമെൻ്റ് ഉണ്ട്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി ഏറുന്നത്. അതുകൊണ്ടാണ് ദുൽഖറിൻ്റെ ഈ ഐ എം ഗെയിം ട്രെയിലറിന് വേണ്ടി ഇത്രയധികം ആളുകൾ വെയിറ്റ് ചെയ്തത്. പക്ഷേ അവർക്കൊക്കെ നിരാശയായി എന്ന് വേണം തന്നെ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോൺ വർഗീസ്, അതായത് ഈ ചിത്രത്തിൻ്റെ കോ പ്രൊഡ്യൂസർ, ദുൽഖർ ഒരു വിഷ് പോസ്റ്റ് ചെയ്തിരുന്നു. ആ വിഷ് പോസ്റ്റ് ചെയ്തപ്പോൾ ദുൽഖർ തന്നെ ട്രോളി. വിഷൊക്കെ കൊള്ളാം, പക്ഷേ ട്രെയിലർ എവിടെ എന്നായിരുന്നു ദുൽഖറിൻ്റെ ചോദ്യം. അതായത് അത് ദുൽഖറിന് മാത്രം ചോദ്യമല്ല, അത് പല ദുൽഖർ ആരാധകരുടെയും ചോദ്യമാണ്. ട്രെയിലർ എവിടെ എന്ന് കണ്ടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചോദ്യം. എന്തായാലും അതൊരു വലിയ ഹൈപ്പാണ്. അത് ദുൽഖർ പടത്തിന് മാത്രം നിൽക്കുന്നൊരു ഹൈപ്പല്ല. ഈ ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 മേജർ പ്രോമിസിങ് സിനിമകളാണ് ക്ലാഷിന് വരുന്നത്. അതായത് ഓഗസ്റ്റ് 20, 21 3 പടങ്ങളാണ് ക്ലാഷ്. ഒന്ന് നിവിൻ പോളി നായകനായി, നമിത ബൈജു നായികയെത്തുന്ന ഗിരീഷ് ഏടി സംവിധാനത്തിൽ വരുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഒരു പക്ഷേ പ്രേമലു പോലൊരു വൈബൊക്കെ കിട്ടിയാണ്ടല്ലോ, അത് നിവിൻ പോളി പടത്തിന് കിട്ടിയാൽ എനിക്ക് ആലോചിക്കാൻ വയ്യ ബോക്സ് ഓഫീസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. 2 ഐ എം ഗെയിം, ദുൽഖർ പടം, നഹാസ് ഹിദായത്തിൻ്റെ പടം ആഫ്റ്റർ RDX, ഒരു പക്ക കമേഴ്ഷ്യൽ ഐറ്റം, അതൊരു സ്പോർട്സ് കമേഴ്ഷ്യൽ ഐറ്റം ഒക്കെ വന്ന് ഇറക്കി കഴിഞ്ഞാണ്ടല്ലോ, അതും ദുൽഖർ അടിപൊളി ഐറ്റമായിരിക്കും. 3 ഖലീഫ, ലാലേട്ടൻ്റെ ക്യാമിയോ, പൃഥ്വിരാജ് നായകൻ, വൈശാഖിൻ്റെ ഡയറക്ഷൻ. അതായത് കമേഴ്ഷ്യൽ പടങ്ങളുടെ മലയാളത്തിൽ ഏറ്റവും പ്രോമിനൻ്റായി നിൽക്കുന്ന വൈശാഖ്, ജിനു വി എബ്രഹാമിൻ്റെ സ്ക്രിപ്റ്റ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഓണം ക്ലാഷ് എന്ന് പറഞ്ഞാൽ ഇതാണ് ക്ലാഷ് എന്ന് പറയുന്ന രീതിയിലുള്ളൊരു കിടിലൻ ക്ലാഷാണ് ഈ ഓണത്തിന് വരുന്നത്. സോ ഞാൻ പറയുന്നത് ഓരോ പടങ്ങൾക്കും അതിൻ്റേതായ ഹൈപ്പുണ്ട്. ഇപ്പോൾ ഖലീഫയുടെ ഒരു സോങ് വരുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പ്, ഐ എം ഗെയിമിൻ്റെ ട്രെയിലറിന് വരുമ്പോഴുള്ള ഹൈപ്പ്, ഇനി ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ ട്രെയിലറിന് അതനുസരിച്ചുള്ള ഹൈപ്പുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം MG ശ്രീകുമാർ പാടിയ പാട്ടൊക്കെ പുറത്തോളും. ഞാൻ പറഞ്ഞത് ദിസ് ഹൈപ്പ്, ഇത് നമുക്ക് കുറേ നാളെ ഇങ്ങനെ കിട്ടിയിട്ട്. ഇത് യങ്സ്റ്റേഴ്സ്, പൃഥ്വിരാജ് സ്റ്റിൽ യങ്സ്റ്റർ, ബട്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഒരു സിനിമ വരിക എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അത് വരുന്നതിൻ്റെ ഒരു ട്രെയിലർ കിട്ടിയില്ല എന്നുള്ള വിഷമത്തിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടാണ്. ട്രെയിലർ ആയിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നാൽ പോലും അങ്ങനെയൊക്കെ ഉണ്ടായാൽ കൊള്ളാം എന്നാണ് ആഗ്രഹം. എന്തോ ഗ്ലിച്ചാണ്, എന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ദുൽഖർ ഫാൻസ് കാൺ വെയിറ്റ് ടു വാച്ച് ദ ട്രെയിലർ. എന്തായാലും ട്രെയിലർ വലിയ പ്രോമിസിങ് ആകുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദുൽഖർ ആരാധകർ നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.